ഒരു കഥ പരിചയപ്പെടാം. അങ്ങ് വടക്ക് കാശി രാജ്യത്തിൽ ബനാറസ് എന്ന നഗരത്തിൽ 2 വ്യാപാരികൾ താമസിച്ചിരുന്നു. ഓരോരുത്തർക്കും 500ഓളം വരുന്ന കാളവണ്ടികളും അതിനെ മുമ്പോട്ട് നയിക്കാനുള്ള അതിലിരട്ടി കാളകളും ഈ വണ്ടികളൊക്കെ നോക്കി നടത്താനും ഇതിനെ വാണിഭത്തിന് കൊണ്ടുപോകാനുമായി ഒട്ടേറെ സേവക സംഘങ്ങളും ഉണ്ടായിരുന്നു. 2 വ്യാപാരി നേതാക്കളിൽ ഒരാൾ വിഡ്ഢിയും വാണിഭ സാമർഥ്യം തീരെ കുറഞ്ഞവനുമായിരുന്നു. രണ്ടാമത്തെയാൾ സമർത്ഥനും ബുദ്ധിമാനും എന്ത് സാധനങ്ങളും വൻതുകയ്ക്ക് വിറ്റ് ലാഭമുണ്ടാക്കാൻ അറിയാവുന്ന ആളുമായിരുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ 2 പേരിൽ ഒരാൾ കുറച്ചകലെയുള്ള ഒരു പട്ടണത്തിൽ വ്യാപാരത്തിന് പോകേണ്ട ദിവസമായിരുന്നു. രണ്ടാമത്തെ വ്യാപാരി സ്വയം ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു: നാളെ ഒന്നാമനെ വാണിഭത്തിനയക്കാം. വളരെ ദുർഘടം പിടിച്ച സ്ഥലങ്ങൾ കടന്നു വേണം പോകാൻ. പാടങ്ങളും നിലങ്ങളും വറ്റി വരണ്ടിരിക്കുന്നു. മഴയാണെങ്കിൽ അടുത്ത ദിവസം പെയ്യാനിരിക്കുന്നതേയുള്ളൂ. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളമെല്ലാം അബദ്ധവശാൽ നഷ്ടപ്പെടുകയോ ദാഹം മൂലം കുടിച്ചു തീരുകയോ ചെയ്താൽ പിന്നെ വെള്ളം കിട്ടാതെ മരിക്കും. മാത്രമല്ല, വരൾച്ച മൂലം പുല്ലുകളെല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. വണ്ടി വലിക്കുന്ന 1000ഓളം കാളകൾ പുല്ലു കിട്ടാതെ തളർന്ന് പിന്നെ മുന്നോട്ട് യാത്ര പോകാൻ പറ്റാതെ വരും. അതുകൊണ്ട് നാളെ ഒന്നാമൻ പോകട്ടെ. അവൻ പോയി വരുമ്പോഴേക്കും താൽക്കാലികമായിട്ടുള്ള ഈ വിഷമസ്ഥിതി കുറഞ്ഞു കിട്ടും. അന്നു രാത്രി രണ്ടാമൻ ഒന്നാമത്തെ വ്യാപാരിയോട് ചോദിച്ചു: നാളെ ആരാണ് നഗരത്തിൽ പോകുന്നത്? നീ പോകുന്നോ അതോ ഞാൻ പോകണോ? ഒന്നാമൻ പറഞ്ഞു: ആദ്യം ഞാൻ പോയിട്ട് വരാം. പിറ്റേന്നു രാവിലെ ഒന്നാമൻ 500 കാളവണ്ടികളും അതിൽ നിറയെ വിൽക്കാനുള്ള സാധനങ്ങളും യാത്രയിൽ ആഹാരത്തിനുള്ള ഭക്ഷണങ്ങളും വലിയ ഭരണികളിൽ നിറയെ വെള്ളവുമായി യാത്ര തിരിച്ചു. യാത്രാമധ്യേ വ്യാപാരിക്ക് 5 വ്യത്യസ്ത തരം വനങ്ങൾ കടന്നു വേണമായിരുന്നു നഗരത്തിലെത്താൻ. അതിൽ ഒന്നാമത്തെ കാടിൻ്റെ പേര് കവർച്ചക്കാട് എന്നായിരുന്നു. അതിനർത്ഥം ആ വനത്തിൽ എത്തുന്ന ഏവരെയും ഉള്ളതെല്ലാം കൊള്ളയടിച്ചു വിടുന്ന ഒരു വനമായിരുന്നു അത് എന്നതായിരുന്നു. രണ്ടാമത്തെ വനത്തിൻ്റെ പേര് ക്ഷാമവനം. അവിടെ എത്തിപ്പെട്ടവർ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നു. മൂന്നാമത്തെ കാട് നരഭോജിക്കാട്. മനുഷ്യനെ മാത്രമല്ല, ഭക്ഷിക്കാൻ പറ്റുന്ന എന്തിനേയും അത്യാർത്തിയോടെ കേറി പിടിച്ചകത്താക്കുന്നു. രാക്ഷസ പ്രകൃതമുള്ള ജീവികളായിരുന്നു ആ കാട്ടിൽ. നാലാമത്തെ കാട് നീരില്ലാ കാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു തുള്ളി ജലം പോലും ലഭിക്കാതെ ദാഹിച്ച് നീറി നീറി മരിക്കുകയേ ആ വനത്തിൽ നിവൃത്തിയുള്ളൂ. അഞ്ചാമത്തെ കാട്ടിൽ മൃഗങ്ങളുടെ സങ്കേതമായതിനാൽ അത് മൃഗവനം എന്ന പേരിലാണ് അറിഞ്ഞു വന്നത്. വ്യാപാരി എല്ലാ വൈതരണികളും കടന്ന് നരഭോജികൾ വാസമുറപ്പിച്ച കാട്ടിൽ എത്തിച്ചേർന്നു. വ്യാപാരി വന്യവനത്തിലേക്ക് കടക്കുമ്പോഴേക്കും അവിടെ തക്കം പാർത്ത് കഴിയുന്ന നരഭോജികൾ കൂട്ടം കൂട്ടമായി വന്ന് വ്യാപാരിയെയും വ്യാപാരിയുടെ 500ഓളം വരുന്ന കാളവണ്ടിയെയും തടഞ്ഞു നിർത്തി. ഒന്നാമത്തെ വ്യാപാരിയോട് നേതാവായ നരഭോജി ചോദിച്ചു: നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഈ വണ്ടിയിൽ നിറച്ചു വച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? വ്യാപാരി പറഞ്ഞു: ഞാൻ തൊട്ടടുത്തുള്ള നഗരത്തിൽ കച്ചവടം ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾക്കും കാളകൾക്കും തിന്നാനും കുടിക്കാനുമുള്ള ഭക്ഷണവും വെള്ളവുമാണ് വണ്ടിയിൽ. നരഭോജികൾ പറഞ്ഞു: അതാ, നിങ്ങൾ കുറച്ചപ്പുറം എത്തിയാൽ അവിടെ സുന്ദരമായ തടാകങ്ങളും ശുദ്ധമായ ജലവും കുടിക്കാൻ കിട്ടും. ഭക്ഷണത്തിനാണെങ്കിൽ കായ്ക്കനികൾ വേണ്ടുവോളം അവിടെ നിന്നും ശേഖരിക്കാം. നിങ്ങളിപ്പോൾ ഭാരം വഹിച്ച വണ്ടി തെളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം ആദ്യമായി വണ്ടിയിൽ നിന്ന് ഇറക്കി വെക്കാം. പിന്നീട് ഭരണിയിൽ സൂക്ഷിച്ചു വെച്ച ജലം ഭരണി അടക്കം പുറത്ത് വലിച്ചെറിയുക. നരഭോജികൾ ശരിക്കും അവരെ ഭീഷണിപ്പെടുത്തി. നരഭോജികളുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഒന്നാമത്തെ വ്യാപാരിക്ക് ഒട്ടുമില്ലായിരുന്നു. മാത്രമല്ല, അവരുടെ ഭീഷണിയെ ചെറുക്കാനുള്ള ധൈര്യവും വ്യാപാരിക്കുണ്ടായിരുന്നില്ല. നരമാംസത്തിന്റെ ആർത്തി മൂത്തപ്പോൾ നരഭോജികൾ പിന്നെ വെറുതെ ഇരുന്നില്ല. അവർ വ്യാപാരിയെയും 500ഓളം വരുന്ന സേവകരെയും അതിലും ഇരട്ടി കാളകളെയും കൊന്ന് വിശപ്പടക്കി. ഒന്നാമത്തെ വ്യാപാരി തിരിച്ചു വരേണ്ട ദിവസം കഴിഞ്ഞിട്ടും വരാതെയായപ്പോൾ രണ്ടാമത്തെ വ്യാപാരി ആകുല ചിത്തനായി. എങ്കിലും അടുത്ത ദിവസം വെളുപ്പിന് തന്നെ പോകാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി. 500ഓളം കാളവണ്ടികളും അത്ര തന്നെ സേവകന്മാരും അതിലിരട്ടി കാളകളും ഭക്ഷണവും വെള്ളവുമായി വ്യാപാരി പുറപ്പെട്ടു. കാട്ടിലെത്തുമ്പോൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടറിഞ്ഞ് രണ്ടാമത്തെ വ്യാപാരി സേവകന്മാർക്ക്
പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ പറയുമ്പോഴല്ലാതെ ഈ വണ്ടിയിലെ ഒരു സാധനങ്ങളും നശിപ്പിക്കുവാനോ നഷ്ടപ്പെടുത്തുവാനോ പാടില്ല. ഒന്നാമത്തെ വ്യാപാരി എത്തിയതുപോലെ രണ്ടാമത്തെ വ്യാപാരിയും നരഭോജികളുടെ വനത്തിൽ പ്രവേശിച്ചു. വ്യാപാരികളെയും പരിവാരങ്ങളെയും കണ്ട നരഭോജികൾ അവർക്കു ചുറ്റും വട്ടം കൂടി നിന്ന് യാത്ര ദുഷ്കരമാക്കി. നരഭോജികൾ ചോദിച്ചു, നിങ്ങളുടെ വണ്ടിയിൽ എന്താണ്? വ്യാപാരി പറഞ്ഞു, ഭരണിയിൽ നിറയെ വെള്ളമാണ്. ചാക്കുകെട്ടുകളിലാണെങ്കിൽ എനിക്കും എൻ്റെ സേവകർക്കും പിന്നെ കാളകൾക്കും കൊടുക്കാനുള്ള ഭക്ഷണ സാധനങ്ങളാണ്. ഈ സന്ദർഭം വളരെ വിലപിടിച്ചതാണെങ്കിലും താൻ ഇവർക്ക് കീഴടങ്ങാൻ അവർ തന്നെയും സേവകന്മാരെയും വകവരുത്തുമെന്നും രണ്ടാമത്തെ വ്യാപാരി മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് നരഭോജികളുടെ ഓരോ ചോദ്യത്തിനും ഗൗരവത്തിലും നിഷേധാത്മക സ്വരത്തിലുമാണ് വ്യാപാരി പ്രതികരിച്ചത്. നരഭോജി ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ഭരണിയിലെ വെള്ളം ഭരണി തകർത്ത് വലിച്ചെറിയുക. വ്യാപാരി മറുപടിയായി പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ള വെള്ളം ഈ സമീപ പ്രദേശത്തൊന്നും കാണാതെ ഈ ഭരണി ഞാൻ തകർക്കുകയില്ല. നരഭോജി വീണ്ടും അലറിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന ആ ചരക്കുകൾ മുഴുവനും താഴേക്കിടൂ. നരഭോജിയേക്കാൾ ഉച്ചത്തിൽ വ്യാപാരി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവുക. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ ഈ വനത്തിൽ കാണാതെ ഇതൊന്നും ഞാൻ ഉപേക്ഷിക്കുന്നതല്ല. കർക്കശ സ്വരത്തിൽ സംസാരിക്കുന്ന വ്യാപാരിയുടെ പ്രകൃതം മനസ്സിലാക്കിയ നരഭോജികൾ ഉടൻ തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷമായി. അല്പം കഴിഞ്ഞ് സാധാരണ മനുഷ്യരെന്ന് തോന്നിക്കുന്ന കുറച്ചുപേർ വ്യാപാരിയുടെ പിന്നിൽ പറ്റിക്കൂടി വളരെ വിനയത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അതാ, കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ നല്ല ശുദ്ധജലം കിട്ടുന്ന സ്ഥലമാണ്. അതാ, അവിടെ മഴക്കാറ് കണ്ടില്ലേ? നല്ല മഴ കിട്ടുന്ന സ്ഥലമാണ് അവിടെ. മാത്രമല്ല, തടാകങ്ങളും തടാകത്തിൽ നിറയെ താമരകളും ആമ്പലുകളും നിറഞ്ഞ കമനീയ സ്ഥലമാണത്. ഭക്ഷണത്തിനും യാതൊരു കുറവും അവിടെയില്ല. നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഇതെല്ലാം സുലഭമായി ലഭിക്കുന്ന സ്ഥലമാണത്. അപരിചിതരായ ആ മനുഷ്യരുടെ സംഭാഷണത്തിൽ സംശയം തോന്നിയ വ്യാപാരി തൻ്റെ സേവകന്മാരെ വിളിച്ചുകൂട്ടി അവരോടായി ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും ആകാശത്ത് മൂടിക്കെട്ടിയ കാർമേഘങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. നിങ്ങളിൽ ആരെങ്കിലും ഇടിമിന്നലിന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും അപ്പുറത്ത് മഴ പെയ്യുന്നതായി അറിയുന്നുണ്ടോ? ഇല്ല. വ്യാപാരി പറഞ്ഞു, ഇതെല്ലാം ആ നരഭോജികളുടെ കള്ളക്കളികളാണ്. നമ്മെ ഏതു വിധേനയും ചതിച്ച് നമ്മളെ ഭക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണവർ. ഇനി അവരെ കണ്ടാൽ അവരെ വകവയ്ക്കാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വണ്ടികളെ നയിക്കുക. വ്യാപാരിയുടെ ആജ്ഞ ശ്രവിച്ച സേവകന്മാരെല്ലാം സൈധൈര്യം മുന്നേറുകയും അടുത്ത പ്രഭാതത്തിൽ തന്നെ അവരുടെ ലക്ഷ്യസ്ഥലമായ പട്ടണത്തിൽ എത്തിച്ചേരുകയും അവർ കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും നല്ല ലാഭത്തോടെ വിറ്റഴിക്കുകയും ചെയ്തു.